കുറച്ച് വർഷം മുമ്പ്, കുറച്ച് വർഷം എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് കേരളം ഒരുപാട് ദിവസം ചർച്ച ചെയ്ത ഒരു വാർത്തയുണ്ട്. മാധ്യമങ്ങളിലൊക്കെ ഒന്നാം പേജിൽ തന്നെ വാർത്തയായിരുന്നു. എത്രയോ ദിവസം നമ്മുടെ ചാനലുകൾ അന്തിച്ചർച്ച നടത്തിയിരുന്നു. എല്ലാ ദിവസവും വാർത്തയിൽ തലക്കെട്ടായി മാറുകയും ചെയ്ത സംഭവം എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകയായിരുന്ന ഒരു വിദ്യാർത്ഥിനി SFI പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് കോളേജ് വിട്ട് പുറത്തിറങ്ങി ജോലി അന്വേഷിക്കുന്നതിന് ഇടയിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു എന്ന വാർത്ത കേരളം ആഘോഷിച്ചതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച വാർത്തയാണ്. SFI പ്രവർത്തകയായതുകൊണ്ട് മാത്രം കേരളത്തിൽ എത്രയോ സമയം അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ, എത്രയോ സ്ഥലം മാറ്റിവെച്ചിരുന്നു നമ്മുടെ പത്രമാധ്യമങ്ങളും. എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ പറയുന്നു എന്നല്ലേ? ഇതാ കണ്ണൂരിൽ നിന്ന് ഒരു വാർത്തയുണ്ട്. SFI നേതാവല്ല, അതുകൊണ്ടാണ് വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത്. KSU നേതാവിനെ കുറിച്ചുള്ള വാർത്തയാണ്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയായി അത് വന്നിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും പേജിൽ ഒറ്റക്കോളത്തിൽ ഒതുങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ന് പരിശോധിച്ചപ്പോൾ ഒരു മാധ്യമത്തിലും വാർത്തയില്ല. പക്ഷേ ദൃശ്യമാധ്യമങ്ങൾ കയറി നോക്കിയപ്പോൾ, ഓൺലൈൻ മാധ്യമങ്ങൾ കയറി നോക്കിയപ്പോൾ ഒരു വാർത്തയുണ്ട്. ആരുടേതാണ്? KSU നേതാവിൻ്റെ വിശദീകരണം. എന്താണ് കേസ് എന്ന് പറഞ്ഞ് വിശദീകരണത്തിലേക്ക് പോകാം. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് MC അതുൽ. MC അതുലിനെതിരെ KSUക്കാരിയായ പെൺകുട്ടി തന്നെ പരാതി നൽകുന്നു. എന്നെ ചില സ്ഥലങ്ങളിൽ ലൈംഗിക തൃഷ്ണയോടുകൂടി സ്പർശിച്ചു, വിവാഹ വാഗ്ദാനം നൽകി എന്നിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചു. ഇതാണ് കേസ്. ലൈംഗിക പീഡനം തന്നെയാണ് കേസിൻ്റെ ആധാരം. ഇപ്പോൾ MC അതുൽ ഒളിവിലാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. കോളേജ് യൂണിറ്റ് അംഗമായിരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് വാർത്തകൾ നൽകി ആഘോഷിച്ച നമ്മുടെ മാധ്യമങ്ങൾ എവിടെയും ഈ വാർത്ത നൽകിയിട്ടില്ല. ഏതെങ്കിലും പേജിൽ ഒരു കോളത്തിൽ ഒതുക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ എഡിഷനിൽ വലിയ വാർത്തയാണോ എന്നറിയില്ല. കേരളത്തിലെ എല്ലാ എഡിഷനുകളിലും വാർത്തയാക്കാൻ തയ്യാറായിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ. എന്തുകൊണ്ട്? KSU നേതാവാണ്, KSUവിന് ജില്ലാ പ്രസിഡന്റാണ്. ഇതാണ് മാധ്യമങ്ങൾ KSUവിനൊക്കെ നൽകുന്ന ഒരു പരിഗണന. ഈ പരിലാളനമില്ലെങ്കിൽ KSU ഒക്കെ എന്നെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായനെ എന്ന് പറയേണ്ടി വരും. അത്രമാത്രം സംരക്ഷണമാണ് ഇവർക്കൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. വാർത്തയുടെ വിശദാംശം ഇങ്ങനെയാണ്. കണ്ണൂർ സ്വദേശിനിയായ യുവതി വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചു എന്നും ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചു എന്നും പരാതിയിൽ പറയുന്നു. ഇതാണ് പരാതി. രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതി. കണ്ണൂർ സ്വദേശിനിയായ യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2018 മുതൽ അതുലുമായി സൗഹൃദമുണ്ടെന്നും 2026 ഈ ഒരു യാത്രക്കിടെയാണ് തനിക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായതെന്നും KSU പ്രവർത്തക കൂടിയായ യുവതി പറയുന്നു എന്നാണ് വാർത്ത. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഇത് കാണാൻ കഴിയില്ല. വിവാഹ വാഗ്ദാനം നൽകുകയും പണം വാങ്ങി തിരിച്ചു നൽകാതെ തന്നെ വഞ്ചിക്കുകയും ചെയ്തതായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി നൽകിയ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉൾപ്പെടെ ശ്രമമുണ്ടായെന്നും യുവതി പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. 1,60,000 രൂപയാണ് തൻ്റെ കയ്യിൽ നിന്നും അതുൽ കൈക്കലാക്കിയതെന്നും ഇപ്പോൾ വിദേശത്തുള്ള യുവതി പറയുന്നു എന്നാണ് വാർത്ത. അതുൽ MC അതുൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഒളിവിലാണ്. ഒളിവിൽ നിന്നുകൊണ്ട് അതിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. MC അതുലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വാർത്തയായി മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? വാർത്തകളും പരാതികളും കണ്ടു. വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിന് ശേഷം മുതൽ പല വിധത്തിൽ ഭീഷണികളും വേട്ടയാടലുകളും നേരിടുകയാണ്. നിന്നെ ഫിനിഷ് ചെയ്യും എന്നാണ് അടക്കം പറിച്ചിൽ. എല്ലാ നെറികെട്ട കളിയും പ്രതീക്ഷിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇത് അല്പം കടന്ന കൈയായിപ്പോയി. ഒരാളെ ചീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലോ സ്ത്രീകളെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തിലോ ഒരു കാലഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടില്ല. വിവിധ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തി പല വിദ്യാർത്ഥികളുമായും ഇടപഴകി മുന്നോട്ട് പോയ ഒരാളെന്ന നിലയിൽ അവർക്കൊക്കെ എൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി അറിയാം എന്നാണ് കരുതുന്നത്.
സൗഹൃദവും പ്രണയവും ഉണ്ടായിരുന്ന സമയത്ത് പരസ്പരം ചെയ്ത സഹായങ്ങളും ഇടപെടലുകളും മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന് കാലം തെളിയിക്കും. ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ കടം മേടിച്ചും തിരിച്ചു കൊടുത്തും പല സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടുമൊക്കെ പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന സാധാരണക്കാരനാണ് ഞാനും. വേദനകളും യാതനകളും പ്രതിസന്ധികളും അനവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പൊളിറ്റിക്സിൽ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനോടുള്ള പാഷനും കോൺഗ്രസിന്റെ ലെഗസിയുമാണ്. കോടതിയുടെ മുന്നിലിരിക്കുന്ന കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പബ്ലിക് ഡൊമൈനിൽ തൽക്കാലം ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേഖകൾ കോടതിയിൽ ഹാജരാക്കും, പണം നൽകിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനുമൊക്കെ ഹാജരാക്കും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. MC അതുൽ എന്ന KUC പ്രസിഡന്റ് ചെയ്യുന്ന പണി നോക്കണം. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചതും വീണ ജോർജിന് പരിക്കേറ്റതും അത് വാർത്തയായതുമൊക്കെ. അതിനെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി കണക്ട് ചെയ്ത് രക്ഷപ്പെടാൻ, ബന്ധിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതാണ് KSU, ഇതാണ് കോൺഗ്രസ്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തത്. തുടക്കകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ തനിക്കെതിരെ ഉയർന്നു വന്ന കേസും ആരോപണങ്ങളും പ്രതിരോധിച്ചത്, അതേ വഴി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ എല്ലാ യോഗ്യതയുമുള്ള MC അതുലും ചെയ്യുന്നത് എന്നോർക്കണം. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും വാർത്തയാക്കുന്നില്ല എന്നതാണ് വലിയ പ്രശ്നം. മാധ്യമങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് അവർ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നുണ്ട്. നമുക്കറിയാം മാധ്യമങ്ങളുടെ മുഖം മൂടി എന്താണ് എന്ന്. അത് ഒന്നുകൂടി തെളിഞ്ഞു എന്ന് മാത്രം.